ഇന്നൊരു ഈസി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പായസമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓണത്തിന് ഈ ഒരു സ്പെഷ്യൽ പായസം നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ചെറുപയർ പരിപ്പ് വെച്ചാണ് നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് അളവിൽ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ആദ്യം നമ്മളിതൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ വറുത്തെടുത്താൽ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വറുത്ത് കിട്ടും കേട്ടോ. ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയ ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. കഴുകിയിട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഒരു പരിപ്പിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പരിപ്പെടുത്ത സെയിം കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് മിൽക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു വിസിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇനി ഈ പ്രഷറിൽ കടന്നിട്ട് തന്നെ പരിപ്പ് നന്നായിട്ട് കുക്കായി കിട്ടും. പിന്നെ ഓരോ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ച് പരിപ്പ് വേകുന്നതിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചില കുക്കറിൽ ഒരു വിസിലുകൊണ്ട് തന്നെ പരിപ്പ് കുക്കായി കിട്ടും. ചില കുക്കറിൽ 2-3 വിസിലൊക്കെ വരെ വേവിച്ചെടുക്കേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ 2 വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രഷറിൽ കടന്നിട്ട് തന്നെ പരിപ്പ് കുക്കാവട്ടെ. ഇപ്പോൾ വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ഒരു പായസത്തിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മാങ്ങയാണ്. നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കുക കേട്ടോ. പഴുത്ത മാങ്ങ എന്ന് പറയുമ്പോൾ അങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പല്ല, നമുക്കിങ്ങനെ കടിക്കാൻ പറ്റുന്ന ഒരു പഴുപ്പുണ്ടല്ലോ, ആ ഒരു പാകത്തിലുള്ള മാങ്ങയായിട്ട് വേണ്ടത്. അപ്പോൾ മാങ്ങൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാങ്ങ എടുക്കുന്ന സമയത്ത് നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കുക കേട്ടോ. പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോ കേട്ടോ. അപ്പോൾ മാങ്ങ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ ചെറിയ പീസായിട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ നമുക്കൊരു നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഈ മാങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതാ ജസ്റ്റ് 1 മിനിറ്റ് ഞാൻ വഴറ്റിയെടുത്തിട്ടുള്ളൂ. ഇനി ഈ ഒരു മാങ്ങ ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കുകയാണ്. ഇനി സെയിം പാനിലേക്ക് തന്നെ 1 ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പായസത്തിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ 2 ക്യാരറ്റായിട്ട് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഗ്രേറ്റ് ചെയ്യണ വലിയ ഹോളുണ്ടല്ലോ, അതിൽ വെച്ചിട്ട് തന്നെ കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് ഇത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റായിട്ട് നമ്മൾ ഈ ഒരു ക്യാരറ്റും വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്കിനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് പാലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് 3/4 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് മിൽക്കാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാരറ്റും പാലും കൂടെ നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുക്കാവട്ടെ. പാലിത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഒരു ക്യാരറ്റ് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇത് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപ്പ് പാകത്തിന് കുക്കായിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോവരുത് കേട്ടോ. നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിലാട്ടോ പരിപ്പ് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഒരു പരിപ്പിലേക്ക് 1 കപ്പ് അളവിൽ ശർക്കരപ്പാനി ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ശർക്കരപ്പാനിയും പരിപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ശർക്കരപ്പാനി ഈ ഒരു പരിപ്പിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം കേട്ടോ. നന്നായിട്ട് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പരിപ്പും ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പരിപ്പ് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത്. എന്നാലേ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് പരിപ്പിൽ പിടിക്കുള്ളൂ. നമ്മൾ പായസം കുടിക്കുന്ന സമയത്ത് ആ ഒരു പരിപ്പൊക്കെ നന്നായിട്ട് മധുരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ശർക്കരപ്പാനി ഒഴിച്ചെടുത്തിട്ട് പരിപ്പ് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഈ ഒരു പരിപ്പ് നമ്മൾ ഈ ഒരു പാൽ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പാൽ മിക്സും പരിപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പായസത്തിൽ ശർക്കരപ്പാനിൻ്റെ ടേസ്റ്റും ഈ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ ശർക്കരപ്പാനിയും കണ്ടൻസ് മിൽക്കും കൊണ്ട് മിക്സ് ചെയ്തിട്ട് പായസം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. കാരണം അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക.
ഈ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റും പരിപ്പും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ 2 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മാങ്ങ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം മാങ്ങ ഓവർ കുക്കായി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഈ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ മാങ്ങ ചെറുതായിട്ടൊന്ന് കുക്കായിക്കോളും. ഇനി ഞാനിതാ വേറൊരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ ഒരു പായസത്തിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ചേർക്കരുത് കേട്ടോ. ഈ ഒരു തേങ്ങാക്കൊത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതാണ് ഈ ഒരു പായസത്തിൽ കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. തേങ്ങാക്കൊത്തും കൂടെ വരുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു നെയ്യോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പായസം നമ്മളൊരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഈ ഒരു പായസം ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു പായസം ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഓണത്തിന് ഈ ഒരു സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പായസം നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. നിങ്ങളിത് ഉണ്ടാക്കി കൊടുത്താൽ ഇതിൻ്റെ റെസിപ്പി എന്തായാലും ഗസ്റ്റ് ചോദിക്കാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്